1 കപ്പ് റവ ചെറുതായി ഒന്ന് ചൂടാക്കുക. ഇത് വെച്ച് റവ ലഡു ഉണ്ടാക്കാം. ഇതെങ്ങനെയെന്ന് നോക്കാം. ഒന്ന് ചെറുതായി ചൂടാക്കുക. ഇത് റോസ്റ്റഡ് റവയായിട്ട് വാങ്ങാൻ കിട്ടും. എന്നാലും നമുക്കതൊന്ന് ചൂടാക്കുന്നത് നന്നായിരിക്കും. കഴിയാണ്ട് നന്നായി ഇളക്കണം. 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇത്. അതും റവയും കൂടി ചീനിച്ചട്ടിയിലിട്ട് ഒരു ഇളം ചൂടിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് മാറ്റി വയ്ക്കുക. അത് നമുക്ക് ആ മിശ്രിതത്തിൽ ചേർക്കാം. വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും പതിൽ ഇട്ടിട്ടുണ്ട്. ഇത് പതുക്കെ ഒന്ന് ഇളം ചൂടിൽ ഒന്ന് ഇളക്കി ചേർക്കുക. കുറച്ച് നെയ്യും ചേർത്ത്, കുറച്ച് നെയ്യ് മതി, ചേർത്ത് നന്നായി ഇളക്കുക. കുറച്ച് പാൽ ചൂടാക്കി ഇളം ചൂടിൽ 1 സ്പൂൺ പാൽ ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലപോലെ നമുക്ക് ഉരുട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാലൊഴിക്കുന്നത്. അതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നല്ലപോലെ അമർത്തി പിടിക്കണം. അമർത്തി പിടിക്കുമ്പോൾ ഇങ്ങനെ ഉരുണ്ടകളായിട്ട് നമുക്ക് അത് കിട്ടുന്നതാണ്. ഇങ്ങനെ ഇതെല്ലാം ഈ എല്ലാ റവയും ഇതുപോലെ ഉരുണ്ടയാക്കി നമുക്ക് പിടിക്കാവുന്നതാണ്. അപ്പോൾ ഈ റവ ലാഡു തയ്യാറായി കഴിഞ്ഞു. 1 കപ്പ് റവയും 1 കപ്പ് പഞ്ചസാര പൊടിച്ചതുമാണ് എടുത്തിരുന്നത്. അതുകൂടാതെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എന്നിവ നെയ്യിൽ വറുത്തിടുകയും ഏലക്ക പൊടിച്ച് ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വളരെ കുറച്ച് പാല് ഇളം ചൂടിൽ ഇത് ചേർത്താൽ പെട്ടെന്ന് പിടിച്ച് കിട്ടും. അതുപോലെ അമർത്തി പിടിക്കണം. ഇത് ചൂടോടെ തന്നെ പിടിക്കേണ്ടതാണ്. കയ്യിൽ നമുക്ക് ചൂട് സഹിക്കാവുന്ന രീതിയിലുള്ള ചൂടിൽ ഇത് ഉരുട്ടിയെടുക്കേണ്ടതാണ്. പാലിൽ ചെയ്യുന്നത് കൊണ്ട് അധികം ദിവസം വയ്ക്കാൻ പറ്റില്ല. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് റെഡിയാക്കാം.